ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയവയ്ക്ക് വാങ്ങുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നുവരികയാണ്. അനർഹമായി നിരവധി പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ പരിശോധനകളിലേക്കും ചില നടപടികളിലേക്കും സർക്കാർ കടന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ വലിയ വീടുള്ളവരും കാറുള്ളവരുമൊക്കെ ഈ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റുന്നതായി സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്കും മറ്റ് നടപടികളിലേക്കും സർക്കാർ കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ അനർഹമായി ആനുകൂല്യം വാങ്ങിയവർ പലിശയടക്കം തുക തിരിച്ചു നൽകണമെന്ന തീരുമാനവും സർക്കാർ എടുത്തു കഴിഞ്ഞു. എല്ലാ മേഖലകളിലും ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുന്നത് അസാധ്യമായതിനാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അനർഹരുടെ ഒരു പട്ടിക തയ്യാറാക്കി അവരുടെ വീടുകളിലായിരിക്കും പരിശോധന നടത്തുന്നത്. വീടിൻ്റെ വിസ്തീർണം, AC-യുള്ള വീടാണോ അല്ലെങ്കിൽ വീട്ടിൽ 4 ചക്ര വാഹനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതോടൊപ്പം ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നതിനായി മറ്റ് വകുപ്പുകളുമായി സംയോജിച്ചാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. അതായത് വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരമറിയാൻ മോട്ടോർ വാഹന വകുപ്പിനെയും സ്ഥലത്തെക്കുറിച്ചറിയാൻ രജിസ്ട്രേഷൻ വകുപ്പുമായൊക്കെ സഹകരിച്ചായിരിക്കും പരിശോധനകൾ നടത്തുക. ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്നില്ലെങ്കിലും സർക്കാരിൻ്റെ മറ്റ് വകുപ്പുകളിൽ നിന്നും നമ്മുടെ ഡാറ്റയൊക്കെ ഇവർ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗുണഭോക്താവ് പെൻഷൻ ലഭിക്കുവാൻ അനർഹനാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മാസവും മസ്റ്ററിംഗ് നടത്തുന്ന തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിരിക്കുകയാണ്. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ കൈകളിൽ ലഭിക്കുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത്. പെൻഷൻ ഗുണഭോക്താവ് മരിച്ചാലും അവരുടെ വീട്ടുകാർ അനർഹമായി പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയറിലൂടെ മസ്റ്ററിംഗ് ചെയ്യുന്ന രീതിയായിരിക്കും ഇത്. അടുത്തത്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും മറ്റു ബന്ധപ്പെട്ട രേഖകളും എല്ലാ വർഷങ്ങളിലും സമർപ്പിക്കേണ്ടി വരുമെന്നതാണ്. ഈ വർഷം നമ്മളിത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അടുത്ത വർഷവും ഇത് സമർപ്പിക്കേണ്ടതായി വരും. ഈ പുതിയ നടപടികളിലൂടെ അനർഹരെ പുറത്താക്കുവാൻ സാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.